ആ അമ്മാവനോട് എന്തായിരുന്നാ അറിയോ നിങ്ങള്? പിന്നെ പിള്ളേരുടെ എല്ലാ ഷോയ്ക്കും കൈയടിക്കാൻ ആളെ കൊടുക്കുന്നത് ഞാനാ. കൈയടിക്കാൻ ആളെ കൊണ്ടിട്ടാണ് പോകുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആൾക്കാരെ കൈയടിക്കാൻ കൊണ്ടുവന്നില്ലെങ്കിലും എനിക്ക് കുറെ ആൾക്കാർ കൈയടിക്കാനുണ്ട് ഇവിടെ എന്റെ പാട്ട് കേട്ടിട്ട്. അത് നീ ഒറ്റയ്ക്കല്ലല്ലോ പരിപാടി, നല്ല ആൾക്കാർ കൂടെ ഇല്ലേ? ആൾക്കാർ കൈയടിക്കും. ഇപ്പൊ തന്നെ കൈയടിക്കുന്നത് എന്റെ ആൾക്കാരാ, മനസ്സിലായോ? എന്റെ പാട്ട് കഴിയുമ്പോ അവര് കൈയടിക്കും. നമുക്ക് എന്നാ PSC ചലഞ്ചിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, മാമൻ പാട്ടുമായിട്ട്. ഞാൻ പാട്ട് പാടുന്നു, അതിലെ ക്വസ്റ്റ്യനുകൾ മോള് ചോദിക്കുന്നു, അതെ, ഉത്തരങ്ങൾ ഇവര് പറയുന്നു. കൂടുതൽ ഉത്തരം പറയുന്ന ആള് ആദ്യം പെർഫോം ചെയ്യുന്നു. ക്ലിയർ അല്ലേ ലളിത? കീടം വീണ എണ്ണ വീണ്ടും ബോണ്ട പൊരിച്ചു, താറിൻ കളറ് പോലെ എണ്ണ വീണ്ടും തിളച്ചു. ഒരു മാസം കഴിയണം എണ്ണ മാറ്റിയൊഴിക്കാൻ, കഴിവതും പഴയ എണ്ണ നിലനിർത്താൻ കടയുടെ ഉടമയ്ക്കൊരു കഴിവാ. കീടം വീണ എണ്ണിൽ വീണ്ടും ബോണ്ട പൊരിച്ചു, താറിൻ കളറ് പോലെ എണ്ണ വീണ്ടും തിളച്ചു. മാസം പലതു കഴിഞ്ഞാലും ചിപ്സുകൾ കേടാകാറില്ല, കീടനടിക്കും വറപൊരികൾ നാട്ടിൽ സുലഭം ആവോളം വിഷമാണെന്നതറിഞ്ഞാൽ പോലും അതു വാങ്ങാനും മലയാളി. കീടം വീണ എണ്ണിൽ വീണ്ടും ബോണ്ട പൊരിച്ചു, ടാറിൻ കളറ് പോലെ എണ്ണ വീണ്ടും തിളച്ചു. സൂപ്പർ പാട്ട്, സൂപ്പർ പാട്ടുകളാണ്. പാട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചു രണ്ടുപേരും. ഇതിന്റെ വരികളിൽ നിന്നായിരിക്കും ചോദ്യം. ഓക്കെ, ശരി. ആദ്യത്തെ എന്റെ ചോദ്യം, ഓക്കെ, ബോണ്ട ഉണ്ടാക്കിയ എണ്ണ വീണ്ടും തിളച്ചത് ഏത് നിറത്തിൽ? ടാറ്. ടാറ്. ടാറിന്റെ കളറിലാണ് എണ്ണ തിളച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു പോയിന്റ് ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ് അനിൽ പാപ്പ, അടിപൊളി. രണ്ടാമത്തെ ചോദ്യം, മാസം എത്ര കഴിഞ്ഞാലും കേടാകാത്തത് എന്ത്? ഈ എണ്ണ വെച്ച് പൊരിച്ചിട്ട് ചിപ്സ്. ചിപ്സ് ശരി, എത്രയാണ്? അടിപൊളി, രണ്ടുപേരും കട്ടക്ക് തന്നെയാണ്. ഈ ഒരു ചോദ്യമായിരിക്കും ഇതിലെ വിജയം തീരുമാനിക്കുന്നത്. എണ്ണ മാറ്റി ഒഴിക്കാൻ എത്ര നാളെടുക്കും? ഒരു മാസം. കറക്റ്റ് ഉത്തരം. അപ്പോ രണ്ട് ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുന്നത് ജയശ്രീ ചേച്ചിയാണ്. ഇന്നത്തെ ഫസ്റ്റ് പെർഫോമർ നമ്മുടെ കാന്താരി ജയശ്രീ. വൺസ് അപ്പോൺ എ ടൈമിന്റെ പുതുപുത്തൻ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.